സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് തെളിയും. അന്തിമ പട്ടിക വൈകിട്ട് പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി 3 മണിവരെയാണ്. വിമതരെ അനുനയിപ്പിക്കാൻ അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ SIT അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയേക്കും. പത്മകുമാറിന്റെ വിദേശയാത്രകളിലും സ്വത്ത് സമ്പാദനത്തിലും വിവരങ്ങൾ തേടാൻ നീക്കം. N വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ. കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നു. മരിച്ചത് കിളിക്കൊല്ലൂർ സ്വദേശി കവിതയാണ്. ഭർത്താവ് മധുസൂദനപിള്ള കസ്റ്റഡിയിൽ. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നം. സംസ്ഥാനത്ത് ഇന്ന് തെക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധന വിലക്കുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരും. കാസർഗോഡ് സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും 10 പേർക്ക് പരിക്ക്. അപകടം. ഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത് പരിപാടി തുടങ്ങാൻ വൈകിയത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. 5 സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. കൊച്ചി കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഇതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിവരെ 69,295 പേരാണ് ദർശനം നടത്തിയത്. ഇതുവരെ സന്നിധാനത്തെത്തിയവരുടെ എണ്ണം 6.5 ലക്ഷം പിന്നിട്ടു. സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശന അനുമതിയും നൽകിയിട്ടുണ്ട്. കാസർഗോഡ് പുല്ലൂരിൽ കുളത്തിൽ വീണ പുലിയെ കൂട്ടിലാക്കി വനംവകുപ്പിന്റെ RRT സംഘമാണ് കുളത്തിൽ കൂടിറക്കി പുലിയെ കരക്കെത്തിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ജനവാസ മേഖലയിലെ കുളത്തിൽ 3.5 വയസ്സുള്ള പുലി വീണതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തിരുവനന്തപുരത്ത് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച വാഹനം കനാലിലേക്ക് മറിഞ്ഞു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി അമീറും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വർക്കല ചിറക്കൂർ മലപ്പുറം പള്ളിക്ക് സമീപത്തെ ഇടുങ്ങിയ റോഡിലെത്തിയപ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊച്ചി തേവരയിൽ നിന്നും 2 കിലോയിലധികം വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് പ്രതികൾ കേരളത്തിലേക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് എത്തിച്ചത്. പിടിയിലായ 4 പേരിൽ ഒരാൾ സ്ത്രീയും മറ്റ് 3 പേർ പുരുഷന്മാരുമാണ്. കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ പന്നിയങ്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് BJPയുടെ B ടീമായി കോൺഗ്രസ് മാറിയെന്നും ഇഷ്ടക്കാർക്ക് സീറ്റ് വീതം വെച്ച് നൽകുന്ന രീതിയാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും സുദീപ് വിമർശിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കുകയാണ് സുദീപ്. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് സമനിലക്കുരുക്ക്. എൽച്ചയോട് സമനില വഴങ്ങിയെങ്കിലും ബാഴ്സയെ മറികടന്ന് ലീഗിൽ ഒന്നാമതെത്തി. പ്രീമിയർ ലീഗിൽ എസ്ഐയുടെ ഹാട്രിക് മികവിൽ ആഴ്സണലിന് തകർപ്പൻ ജയം. ടോട്ടനത്തെ തോൽപ്പിച്ചത് 1-നെതിരെ 4 ഗോളുകൾക്ക്. മിലാൻ ഡെർബിയിൽ AC മിലാനും ജയം. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ റൺമല മറികടക്കാൻ ഇന്ത്യ. 489 റൺസിനെതിരെ ലീഡ് തേടി ഇന്നിറങ്ങും. ജയ്സ്വാളും രാഹുലുമാണ് ക്രീസിൽ. മത്സരം രാവിലെ 9 മുതൽ. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് മലബാർ പോരാട്ടം. കാലിക്കറ്റ് FC മലപ്പുറം എതിരാളികൾ. 1ാം സ്ഥാനം സുരക്ഷിതമാക്കാൻ കാലിക്കറ്റ് ടീം ഇറങ്ങും. മത്സരം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജൈത്രയാത്ര തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. എവർട്ടനാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. അവസാന 5 മത്സരത്തിലും തോൽവി അറിയാതെയാണ് റൂബൻ അമോറിമും സംഘവും എത്തുന്നത്. ഓൾഡ് ട്രാഫോർഡിൽ രാത്രി 1:30-ക്കാണ് മത്സരം. ഫോർമുല 1 ലാസ് വേഗസ് ഗ്രാൻഡ് പ്രിയിൽ റെഡ്ബുൾ താരം മാക്സ് വെർസ്റ്റാപ്പിൻ ചാമ്പ്യൻ. മക്ലാരൻ താരങ്ങൾ അയോഗ്യരാക്കപ്പെട്ടതോടെ കിരീടത്തിനായുള്ള പോരാട്ടം വെർസ്റ്റാപ്പിൻ ശക്തമാക്കി. വെർസ്റ്റാപ്പിന്റെ സീസണിലെ 6ാം ജയമാണിത്. ഇനി സീസണിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ KL രാഹുൽ ഇന്ത്യൻ ടീമിനെ നയിക്കും. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം നായകനായി പ്രഖ്യാപിച്ചു. സഞ്ജു സാംസനെ വീണ്ടും തഴഞ്ഞു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ്. ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് കരുതലായി പോലീസിന്റെ ആദ്യ ആംബാൻഡ് 10 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്കാണ് മല കയറി തിരികെ എത്തുന്നതുവരെ തിരിച്ചറിയൽ ബാൻഡ് നൽകുന്നത്. കുട്ടിയുടെ പേര്, കൂടെയുള്ള മുതിർന്ന വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ, QR കോഡ് എന്നിവ ബാൻഡിൽ രേഖപ്പെടുത്തും.
തിരുവസന്തം 1500-ന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച വിവിധ സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഏകോപനം ലക്ഷ്യം വെച്ച് SY സംസ്ഥാന സാന്ത്വനം ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തെക്കൻ മേഖലാ പര്യടനത്തിന് പത്തനംതിട്ടയിൽ തുടക്കമായി. SY സംസ്ഥാന സാന്ത്വനം ഡയറക്ടർ സിറാജുദ്ദീൻ സഖാഫി തൃശൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് തേങ്ങാക്കൂടയ്ക്ക് തീപിടിച്ചു. അയ്യങ്കയിലെ NS നിഷാന്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടിന് പുറത്തെ കെട്ടിടത്തിൽ സൂക്ഷിച്ച തേങ്ങാക്കൂടയ്ക്കാണ് തീപിടിച്ചത്. നാദാപുരത്ത് നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഏകദേശം 3000-ഓളം തേങ്ങകൾ കത്തിനശിച്ചതായി ഉടമ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 25 മുതൽ ഡിസംബർ 4 വരെ നടക്കും. 25-ന് വൈകിട്ട് 5:30 മുതൽ 6:30 വരെ സോപാന സംഗീതം നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മുഖ്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. തിരുവനന്തപുരം കോവളം ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഓറിയന്റേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ശ്രീ സത്യസായി ഓർഗനൈസേഷൻ EHV അംഗങ്ങൾ അജയകുമാർ, സായി കിരൺ, അഡ്വക്കേറ്റ് ഉഷ എന്നിവർ ക്ലാസുകൾ നയിച്ചു. റിട്ടയർഡ് AEO ബീന റാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കേപ്പിന് കീഴിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരെ പോളിംഗ് ഓഫീസർമാരായി നിയമിച്ചതിൽ പ്രതിഷേധം. ശമ്പള പരിഷ്കരണവും സ്ഥാനക്കയറ്റവും ലഭ്യമാകാത്ത സമാന നടപടിയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലും പ്രതിഫലിച്ചത്. ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് അസോസിയേഷൻ ഓഫ് കേപ്പ് ടീച്ചേഴ്സ് അറിയിച്ചു. മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മങ്കട ഉപജില്ലയ്ക്ക് കലാകിരീടം. 936 പോയിന്റോടെയാണ് മങ്കട ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 906 പോയിന്റുമായി നിലമ്പൂർ 2ാം സ്ഥാനവും 894 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനവും നേടി. മുൻ എറണാകുളം DCC സെക്രട്ടറിയും കലാമണ്ഡലം വൈസ് ചെയർമാനുമായിരുന്ന MN സുകുമാരൻ നായരുടെ 30ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. കുടുംബാംഗങ്ങളും ഇടപ്പള്ളി കഥകളി ആസ്വാദക സദസ്സും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. K. ബാബു MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. എറണാകുളം മൂവാറ്റുപുഴയിൽ കവർച്ചാ ശ്രമത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. ആക്രിക്കടയുടെ പിൻഭാഗത്തെ ഷീറ്റ് പൊളിച്ചായിരുന്നു കവർച്ചാ ശ്രമം. കടയുടമയെ 3-അംഗ സംഘം കമ്പിവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. തൃശൂർ വടക്കഞ്ചേരിയിൽ ബസ് അപകടത്തിൽ 12 പേർക്ക് പരിക്ക്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മരത്തിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരത്ത് നിന്നും ബഹ്റൈനിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഗൾഫ് എയർ വിമാന സർവീസുകളുടെ എണ്ണം 4-ൽ നിന്നും 7 ആക്കി. തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. കോഴിക്കോട് എടച്ചേരി ഗ്രാമപഞ്ചായത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതർ രംഗത്ത്. 12-16 വാർഡുകളിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരത്തിനിറങ്ങുന്നത്. 12ാം വാർഡിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായ അഷ്കറിനെതിരെ KMCC നേതാവ് അമ്പിടാട്ടിൽ കുബ്ദുല്ലയാണ് മത്സരിക്കുന്നത്. 16ാം വാർഡിൽ നിലവിലെ മെമ്പർ V. ഷെരീഫയ്ക്കെതിരെ ഷബ്നയാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോഴിക്കോട് നാദാപുരം വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ CPM 11ാം വാർഡ് മെമ്പറായ ശാരദ പൂവുള്ളതിൽ സ്ഥാനങ്ങൾ രാജിവെച്ച് കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. കരികുളം 10ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനാണ് പാർട്ടിയിൽ നിന്നും വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചത്. കോഴിക്കോട് മുത്താമ്പി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിനെ രക്ഷപ്പെടുത്തി. അതുവഴി വാഹനത്തിൽ പോവുകയായിരുന്ന സിജീഷ് കാവുന്തറ എന്നയാൾ ഉടൻ തന്നെ പാലത്തിന് മുകളിൽ എത്തുകയും അതുവഴി പോവുകയായിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും കയറെടുത്ത് കെട്ടി താഴേക്കിട്ട് കൊടുക്കുകയും ചെയ്തു. കയറിൽ പിടിച്ചു നിന്ന യുവാവിനെ സമീപത്തുണ്ടായിരുന്ന തോണിക്കാരെത്തി രക്ഷപ്പെടുത്തി. കാസർഗോഡ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 1 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ അറസ്റ്റിലായി. ഏഴിലോട് സ്വദേശി CM ഇക്ബാലിനെയാണ് ദേശീയപാതയിലെ കരുവാച്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. 1 ചാക്കിൽ നിറച്ച 70 പാക്കറ്റ് പാൻ മസാലകൾ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് വീട് കുത്തി തുറന്ന് മോഷണം. ആനാട് സ്വദേശി റീജ സുലൈമാന്റെ വീട്ടിലാണ് കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 14 പവൻ സ്വർണവും 12,000 രൂപയും മോഷ്ടിച്ചു. പരാതിയിൽ നെടുമങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊഴിലാളികളെ അടിമകളാക്കുന്ന പുതിയ കിരാത ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് UTUC. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത കോഡുകൾ പ്രാവർത്തികമാക്കിയാൽ വൻകിട കോർപ്പറേറ്റുകളുടെ
അടിമകളായ തൊഴിലാളികൾ മാറും. ഈ ചട്ടങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും UTUC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TC വിജയൻ ആവശ്യപ്പെട്ടു. ബഹിരാകാശ പ്രതിരോധ മേഖലയിലെ ബഹുരാഷ്ട്ര കമ്പനി ആനന്ദ് ടെക്നോളജീസ് കേരളത്തിലേക്ക് സ്ഥാപനത്തിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ നാളെ തിരുവനന്തപുരം മേനംകുളം കിൻഫ്ര പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കും. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നാളെ ആരംഭിക്കും. പ്രിസൈഡിംഗ് ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം. വെള്ളിയാഴ്ച അവസാനിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് സത്യസായി ബാബ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഫോർട്ട് സത്യസായി സേവാ സമിതി മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ മുഖ്യ അതിഥിയായി. ഉപാധികളില്ലാതെ മനുഷ്യരെ സ്നേഹിച്ച വ്യക്തിയാണ് സത്യസായി ബാബയെന്ന് K ജയകുമാർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അപേക്ഷകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിതരണം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് പോസ്റ്റൽ ബാലറ്റിനുള്ള അവസരമുള്ളത്. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാവ് അറസ്റ്റിൽ. വിതുര സ്വദേശി മുഹമ്മദ് ആസിഫാണ് പിടിയിലായത്. പ്രണയം നടിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ തൃശ്ശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി 3 പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടിക്ക് കുട, കേരള കോൺഗ്രസ് വിഭാഗത്തിന് ലാപ്ടോപ്പ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കപ്പൽ എന്നിങ്ങനെയാണ് ചിഹ്നം അനുവദിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അങ്കത്തട്ടിൽ ദമ്പതിമാരും. കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ PC സിറാജും ഭാര്യ റസ്ല സിറാജുമാണ് UDF-നായി മത്സരരംഗത്തുള്ളത്. റസ്ല സിറാജ് പഞ്ചായത്തിലും സിറാജ് ബ്ലോക്കിലേക്കുമാണ് മത്സരിക്കുന്നത്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ BJP ശ്രമമെന്ന് പരാതി. നഗരസഭയിലെ 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശ് Kയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുന്നതിനുള്ള ശ്രമം എന്നാണ് പരാതിയിലുള്ളത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. യുവാക്കൾ മത്സരരംഗത്തിറങ്ങുമ്പോൾ ഈ നാട്ടിലെ യുവാക്കളുടെ തൊഴിൽ പ്രതിസന്ധികൾ കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കുമെന്നും ജനീഷ് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ സ്റ്റാഫ് അംഗങ്ങളെയാണ് നിലവിൽ നിലനിർത്തിയിരിക്കുന്നതെന്നും ഇതിൽ പലരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരാണെന്നും N ഹരി പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സഹകരണ മേഖലയോടും ജീവനക്കാരോടുമുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് പ്രതിഷേധം. മാർച്ചും ധർണയും KSEAF സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാര ജേതാവായ ബാലചന്ദ്ര മേനോൻ ചലച്ചിത്ര ലോകത്ത് 50 വർഷം പൂർത്തിയാക്കുന്നു. റോസ് ദ ഫാമിലി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നവംബർ 29-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കും. ഏറ്റവും അധികം സിനിമകൾ കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചതിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എറണാകുളത്ത് പിടിയിലായി. എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് ബണ്ടി ചോറിനെ പിടികൂടിയത്. ട്രെയിൻ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ബണ്ടി ചോർ പിടിയിലായത്. തമിഴ്നാട്ടിലും തകർത്ത് പെയ്ത് മഴ. തെക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചു. കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കും. കാലാവധി 2027 ഫെബ്രുവരി 9 വരെയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസാണ്. അതിർത്തികൾ സ്ഥിരമല്ലെന്നും പാകിസ്ഥാനിലെ സിന്ധ് പ്രദേശം ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമായേക്കുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സിന്ധ് മേഖല ഇന്ത്യയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്. പ്രദേശം നിലവിൽ ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിലും ഭാവിയിൽ അതിർത്തികൾക്ക് മാറ്റം സംഭവിക്കാമെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു.
ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് വീരമൃത്യു വരിച്ച കമാൻഡർ നമൻ ശ്യാലിന് കണ്ണീരോടെ അന്ത്യാഞ്ജലി നൽകി നാട്. ഇന്നലെ രാവിലെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാഗ്രയിൽ എത്തിച്ച മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. വെള്ളിയാഴ്ചയാണ് അഭ്യാസ പ്രകടനത്തിനിടെ ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് കത്തിയമർന്നത്. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. സർക്കാരുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ്. സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം ജനതയ്ക്ക് നീതി ഉറപ്പാക്കണം. മേഖലയിലെ കുടിയേറ്റം, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും ഒവൈസി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീമാഞ്ചൽ മേഖലയിൽ 5 സീറ്റുകളിൽ AIMIM വിജയിച്ചിരുന്നു. ചണ്ഡീഗഡിനെ ഭരണഘടനയുടെ അനുച്ഛേദം 240 ഉൾപ്പെടുത്താനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. കേന്ദ്രഭരണ പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് നീക്കം. ബംഗാളിലെ കിഴക്കൻ ബർദ്വാനിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ മകൻ അറസ്റ്റിലായി. കേസിൽ ഇതുവരെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെടെ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോകാൻ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വലഞ്ഞ് യാത്രക്കാർ. മുംബൈ വഴി നാട്ടിലേക്കുള്ള ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. മണ്ഡലകാലമായതോടെ ട്രെയിനുകളിൽ തിരക്കും രൂക്ഷമാണ്. ഉത്സവകാലം കണക്കിലെടുത്ത് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും നടപടി സ്വീകരിക്കാതെ റെയിൽവേ. തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ സ്നിഫർ നായകൾക്കായി 56 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിശീലനം നൽകി NDRF സംഘം. പ്രകൃതി ദുരന്തങ്ങളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ആവശ്യമായ പരിശീലനമാണ് നൽകുന്നത്. NDRF 14-15 ബറ്റാലിയനിൽ പുതുതായി എടുത്ത നായകൾക്കും പരിശീലനം നൽകുന്നുണ്ട്. കർണാടകയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോ ഡ്രൈവർ സ്വയം തീ കൊളുത്തി. ചിത്രദുർഗയിലെ മഹാത്മാഗാന്ധി സർക്കിളിലാണ് സംഭവം. മദ്യപിച്ച് വാഹനം ഓടിച്ച ഓട്ടോ ഡ്രൈവറോട് ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവം. ബംഗാളിലെ മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് പണിയുമെന്ന തൃണമൂൽ MLA ഹുമയൂൺ കബീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP ഡിസംബർ 6-ന് ശിലാസ്ഥാപനം നടത്തുമെന്നും പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുമായിരുന്നു ഹുമയൂണിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബോധപൂർവം വർഗീയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് തൃണമൂലെന്ന് BJP വിമർശിച്ചു. ഹിന്ദുക്കളില്ലാതെ ലോകം നിലനിൽക്കില്ലെന്ന RSS മേധാവി മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്. ഇത്രയും കാലം ഈ രാജ്യത്ത് കഴിഞ്ഞതിലൂടെ ലോകത്തിലെ ഏറ്റവും ഉൾക്കൊള്ളുന്നതും സഹിഷ്ണുതയുള്ളതുമായ മതങ്ങളിലൊന്നായി ഹിന്ദുമതത്തെക്കുറിച്ച് എനിക്കറിയാമെന്നും എന്നാൽ 2014 ശേഷമാണ് സഹിഷ്ണുതയുടെ നിലവാരം മാറിയതെന്നും ഷമാ മുഹമ്മദ് പ്രതികരിച്ചു. ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതായി അറിയിച്ച് ക്ഷേത്ര ട്രസ്റ്റ് പുറത്തിറക്കിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. നവംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ ധർമ്മ പതാക ഉയർത്തും. വിപുലമായ ധ്വജാരോഹണ ചടങ്ങിൽ സന്യാസിമാർ, വിശിഷ്ട വ്യക്തികൾ, ആയിരക്കണക്കിന് ഭക്തർ എന്നിവരും പങ്കെടുക്കും. ഒരു വിശ്വസനീയമായ ഓർക്കസ്ട്ര പോലെ സൈനികർ ഒന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലായതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതെന്നും 80 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി വായുമലിനീകരണത്തിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. പ്രതിഷേധക്കാർ പോലീസിന് നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചെന്നും ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായും ഡൽഹി പോലീസ് അറിയിച്ചു. ലെബനനിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം. ഹെസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് അടക്കം 5 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കേറ്റു. ആക്രമണം ഹെസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ടൈറ്റാനിക് ദുരന്തത്തിന്റെ ബാക്കി പത്രമായ പോക്കറ്റ് വാച്ച് ലേലത്തിൽ പോയത് 1.78 മില്യൺ പൗണ്ടിന്റെ റെക്കോർഡ് തുകയ്ക്ക്. അമേരിക്കൻ വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഇസിഡോർ സ്ട്രോസിന്റെ 18 ക്യാരറ്റ് സ്വർണ്ണ വാച്ചാണ് റെക്കോർഡ് തുകയ്ക്ക് ലേലം ചെയ്തു പോയത്. നൈജീരിയയിൽ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളിൽ നിന്നും 50 പേർ രക്ഷപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. 253 വിദ്യാർത്ഥികളും 12 ജീവനക്കാരും ഇപ്പോഴും സായുധ സംഘത്തിന്റെ പിടിയിലാണ്. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ പാപ്പിരിയിലുള്ള സെന്റ് മേരീസ് സ്കൂളിൽ നിന്നാണ് 315 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്.
സമാധാന പദ്ധതി സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും US-ഉം യുക്രൈനും അറിയിച്ചു. കരാറിൽ ഉടൻ എത്താൻ കഴിയുമെന്നും ചർച്ച തുടരുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. സംസ്ഥാന പദ്ധതിയെക്കുറിച്ച് ട്രംപുമായി ചർച്ച ചെയ്യുന്നതിനായി സെലൻസ്കി ഈ ആഴ്ച അമേരിക്കയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. വിയറ്റ്നാമിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 90ആയി. കാണാതായ 12 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രളയം വൻതോതിൽ ദുരിതം വിതച്ച ഡാക് ലാക് പ്രവിശ്യയിലാണ് 60 മരണം റിപ്പോർട്ട് ചെയ്തത്. 2 ലക്ഷത്തോളം വീടുകളും നശിച്ചിട്ടുണ്ട്. ബോസ്നിയയിൽ സെർബ് മേഖലയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിഘടനവാദി നേതാവ് സിനിസ കരൺ വിജയിച്ചു. അലയൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് സോഷ്യൽ ഡെമോക്രാറ്റ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കരൺ. 50.89% വോട്ടുകൾ നേടിയാണ് വിജയം. ചൈനയിലെ ഷോപ്പിംഗ് മാളിൽ നടന്ന കിടപ്പ് മത്സരത്തിൽ 23-കാരൻ വിജയിയായി. 33 മണിക്കൂറും 35 മിനിറ്റും തുടർച്ചയായി കിടന്നതിനാണ് യുവാവിന് ഒന്നാം സമ്മാനം ലഭിച്ചത്. 240 പേർ പങ്കെടുത്ത മത്സരത്തിൽ ഭക്ഷണം കഴിക്കാനോ ശുചിമുറിയിൽ പോകാനോ ഇടവേളകൾ ഇല്ലായിരുന്നു. ലോകത്ത് 3/1 സ്ത്രീകളും പങ്കാളിയിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ ലൈംഗിക അതിക്രമം നേരിടുന്നതായി ലോകാരോഗ്യ സംഘടന. കഴിഞ്ഞ വർഷം 316 ദശലക്ഷം സ്ത്രീകളും പെൺകുട്ടികളുമാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. 2000-നും 2023-നും ഇടയിൽ 168 രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തുള്ളതാണ് റിപ്പോർട്ട്. കൊളംബിയയിൽ വൻ കൊക്കൈൻ വേട്ട. പസഫിക് തുറമുഖത്ത് നിന്ന് 14 ടൺ കൊക്കൈൻ പിടിച്ചെടുത്തു. ചാക്കുകളിലാക്കി വെയർഹൌസിൽ സൂക്ഷിച്ച $388 മില്യൺ വിലമതിക്കുന്ന കൊക്കൈൻ ശേഖരമാണ് പിടികൂടിയത്. ഹമാസിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗമായ മൊസാദ്. യൂറോപ്പിലുടനീളം ഹമാസ് അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നതായി മൊസാദിന്റെ റിപ്പോർട്ട്. ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്നും വലിയ ശൃംഖലയും ആയുധശേഖരവും സംഘങ്ങൾക്കുണ്ടെന്നും മൊസാദ് വ്യക്തമാക്കി. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് ട്രംപ്. ന്യൂയോർക്ക് മേയർ മംദാനിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്. വെള്ളിയാഴ്ചയാണ് ട്രംപ് മംദാനി കൂടിക്കാഴ്ച നടന്നത്. സ്ത്രീവിരുദ്ധ അതിക്രമം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ദക്ഷിണാഫ്രിക്ക. G20 ഉച്ചകോടിക്കിടെയാണ് ചരിത്ര പ്രഖ്യാപനം. ലോക നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിച്ച വിമൻ ഫോർ ചേഞ്ച് പ്രതിഷേധം നടന്നതോടെ രാജ്യത്തെ ലൈംഗിക അതിക്രമങ്ങൾ ദേശീയ ദുരന്തമായി മന്ത്രി വെലൻകോസ്നി ഹാബിസ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് മാഗ ഐക്കണും US റിപ്പബ്ലിക്കൻ പ്രതിനിധിയുമായ മാർജറി ടെയ്ലർ ഗ്രീൻ. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടാണ് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തത്. H-1B വിസ, യുക്രൈൻ ആയുധം നൽകൽ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ട്രംപും മാർജറി ഗ്രീനും ഭിന്നതയിലായിരുന്നു. വെനസ്വേല അമേരിക്കൻ ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെ വെനസ്വേലയ്ക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി വിവിധ എയർലൈനുകൾ. ബ്രസീലിലെ ഗോൾ, കൊളംബിയയിലെ ഏവിയാങ്ക, TAP എയർ പോർച്ചുഗൽ എന്നീ വിമാന കമ്പനികളാണ് സർവീസ് റദ്ദാക്കിയത്. സുരക്ഷാ സാഹചര്യം വഷളാകുന്നതിനാലും മേഖലയിലെ US സൈനിക നീക്കം വർദ്ധിച്ചതിനുമാണ് നടപടി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വളർത്തുനായയെ 1500 കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തി യുവതി. ഓഗസ്റ്റ് മാസം കിഴക്കൻ ചൈനയിലെ ക്വിങ്താവോ ബീച്ചിൽ നിന്നാണ് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയെ സെപ്റ്റംബർ എന്ന നായയെ കാണാതായത്. ഓൺലൈനായും അനിമൽ ഷെൽട്ടറുകളിലും തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ ഉടമയെ തിരഞ്ഞുള്ള ഓൺലൈൻ പോസ്റ്ററിലാണ് നായയെ കണ്ടെത്തിയത്. മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളിലൊന്നാണ് ബൊലെറോ. ഈ വർഷം ഇതുവരെ മഹീന്ദ്ര SUV വാങ്ങിയത് 82,000 പേരാണ്. ക്ലാസിക്, നിയോ എന്നീ 2 മോഡലുകളിൽ ലഭ്യമായ SUVക്ക് ഇപ്പോൾ 1.35 ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. സോഷ്യൽ മീഡിയ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന റിപ്പോർട്ട് മുക്കി മെറ്റ. 2020 പ്രൊജക്ട് മെർക്കുറി എന്ന ഗവേഷണ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കാൻ മെറ്റ തയ്യാറായില്ല. ഫേസ്ബുക്ക് അടക്കമുള്ളവയുടെ ഉപയോഗം കുറച്ചപ്പോൾ ഉപയോക്താക്കളിൽ മാനസിക സമ്മർദ്ദം കുറഞ്ഞതായിരുന്നു പഠനം. ആൻഡ്രോയിഡിൽ എയർ ഡ്രോപ്പ് സംവിധാനവുമായി ഗൂഗിൾ. പിക്സൽ 10-ൽ ആപ്പിൾ ഉപകരണങ്ങളുമായി ഫയലുകൾ കൈമാറാനുള്ള സൗകര്യം അവതരിപ്പിച്ചു. ആൻഡ്രോയിഡിലെ നിലവിലുള്ള ക്വിക്ക് ഷെയർ സംവിധാനത്തിലാണ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. XAI അവതരിപ്പിച്ച ഗ്രോക്കിൽ ഇനി ചിത്രങ്ങൾ നിർമ്മിക്കാനും ഫോട്ടോകൾ തിരിച്ചറിയാനും സാധിക്കും. അത്യാധുനികമായ ഗ്രോക്ക് 2 പതിപ്പിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ChatGPTയിൽ നിന്നും വ്യത്യസ്തമായി റിയൽ ടൈം വിവരങ്ങൾ അറിയാനും ഗ്രോക്കിലൂടെ സാധിക്കും.
ആഡംബര SUV കയൻ ഇലക്ട്രിക് ഇന്ത്യയിൽ പുറത്തിറക്കി പോഷെ. 1.76 കോടി രൂപയാണ് രാജ്യത്ത് ബേസ് മോഡലിന്റെ വില. പോഷെ ഇതുവരെ പുറത്തിറക്കിയിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ കാറായിരിക്കും കയൻ ടർബോ ഇലക്ട്രിക് വകഭേദം. രാജ്യത്തെ ആദ്യത്തെ ബൈക്ക് എയർ ബാഗ് പുറത്തിറക്കി നിയോ കവച്. റൈഡർക്ക് ധരിക്കാവുന്ന എയർ ബാഗ് ജാക്കറ്റും മോട്ടോർ സൈക്കിളുമായി ബന്ധിപ്പിക്കുന്ന മെക്കാനിക്കൽ ട്രിഗർ സിസ്റ്റവും ചേർന്നതാണിത്. ഒരിക്കൽ എയർ ബാഗ് പുറത്തു വന്നാലും വീണ്ടും ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു സവിശേഷത. ഒമാൻ റൂവിയയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും മലയാളി മംസ് മിഡിൽ ഈസ്റ്റും സംയുക്തമായി ശിശുദിന ആഘോഷം സംഘടിപ്പിച്ചു. മസ്കറ്റിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത ആഘോഷ പരിപാടികൾ കുട്ടികളുടെ കലാപരമായ കഴിവുകൾക്ക് വേദിയായി. സൗദി ദമാമിൽ വൻ അഗ്നിബാധ. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കട കത്തി നശിച്ചതായി വിവരം. ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. അപകട കാരണം വ്യക്തമല്ല. ബഹ്റിനിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് മനാമയിൽ ഊഷ്മള സ്വീകരണം നൽകി. ഉഭയകക്ഷി ബന്ധവും പരസ്പര സഹകരണവും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ ദാതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ച് UAE. ഈ വർഷം മാത്രം രാജ്യാന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി $146 കോടി UAE സംഭാവന നൽകിയത്. UN ഓഫീസ് ഫോർ ദ കോഓർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ബന്ദാന ഗേൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി യുവതിയുടെ വീഡിയോ. വേർഡ് ജനറേറ്റർ എന്ന X പേജിൽ പങ്കുവച്ച സെൽഫി വീഡിയോയാണ് വൻ ട്രെൻഡിംഗായി മാറിയിരിക്കുന്നത്. വെറും 2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ Xൽ 10 കോടിയിലധികം ആളുകളാണ് ഇതുവരെ കണ്ടത്. അന്തരിച്ച ബ്ലാക്ക് പാന്തർ താരം ചാഡ്വിക് ബോസ്മന് വോക്ക് ഓഫ് ഫെയിം സ്റ്റാർ നൽകി ആദരിച്ച് ഹോളിവുഡ്. 2020 ക്യാൻസർ ബാധിച്ചാണ് ബോസ്മൻ വിട പറഞ്ഞത്. ലോസ് ആഞ്ചൽസിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ റയാൻ കുഗ്ലർ, നടി വയോല ഡേവിസ്, ബോസ്മന്റെ ഭാര്യ ടൈലർ സിമോൺ എന്നിവർ പങ്കെടുത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ തിരക്കഥയൊരുക്കുന്ന വീരമണികണ്ഠൻ എന്ന 3D ചലച്ചിത്രത്തിന്റെ പൂജ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശബരിമല അയ്യപ്പന്റെ ചരിത്രകഥ പ്രമേയമാക്കിയാണ് ചിത്രം. മഹേഷ് കേശവും സജി എസ് മംഗലത്തുമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് നടി ശ്രദ്ധ കപൂറിന് പരിക്ക്. ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്യുന്ന ഈത്ത എന്ന സിനിമയുടെ ഗാനരംഗം ചിത്രീകരിക്കുമ്പോഴായിരുന്നു ശ്രദ്ധയുടെ കാൽവിരലിന് പൊട്ടലുണ്ടായത്. തുടർന്ന് ചിത്രീകരണം നിർത്തിവെച്ചു. ഐക്കണിക് സോങ്ങിനെ ചുവടുവെച്ച് തരംഗമായി ബോളിവുഡ് താരം മാധുരി ദീക്ഷിത്. 2002 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ദേവദാസിലെ ഡോലാരെ ഡോല എന്ന എനർജറ്റിക് ഡാൻസ് പെർഫോമൻസിനാണ് താരം വേദിയിൽ റീക്രിയേറ്റ് ചെയ്തത്. അമേരിക്കൻ ബേസ്ഡ് ബിസിനസ് മാൻ രാമരാജു മന്ദേനയുടെ മകളുടെ മെഹന്തി ചടങ്ങിലാണ് ക്ലാസിക് പെർഫോമൻസുമായി ശ്രദ്ധ നേടിയത്. BTS ജിന്നിൻ്റെ കൺസേർട്ട് ഫിലിം തിയേറ്ററിലേക്ക് ഒക്ടോബറിൽ അവസാനിച്ച സോളോ വേൾഡ് മ്യൂസിക് ടൂറാണ് റൺ സോക്ക് ജിൻ എപ്പിസോഡ് 2 ദ മൂവി എന്ന പേരിൽ തിയേറ്ററിലെത്തുന്നതാണ്. ഡിസംബർ 27-നും 28-നും ആഗോളതലത്തിൽ മൂവി റിലീസ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരപ്പട്ടി കാപ്പിക്ക് ശേഷം പാറ്റ കാപ്പി അവതരിപ്പിച്ച് ചൈനയിലെ ഒരു മ്യൂസിയമാണ് പാറ്റയുള്ള കാപ്പി പുറത്തിറക്കിയത്. 45 യുവാനാണ് കാപ്പിയുടെ വില. തമിഴകത്തിന്റെ തല അജിത്തിന് ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ പുരസ്കാരം. ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർ സ്പോർട്ട് ഗ്രൂപ്പാണ് ഇറ്റലിയിലെ വെനീസിൽ വെച്ച് താരത്തിന് അവാർഡ് സമ്മാനിച്ചത്. ഭർത്താവിന് ലഭിച്ച പുരസ്കാരത്തിൽ അഭിമാനം തോന്നുന്നുവെന്ന് ചിത്രത്തോടൊപ്പം ശാലിനി അജിത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചു. അമ്മ സമ്മാനിച്ച പഴയ പ്ലാസ്റ്റിക് വാച്ച് തനിക്കേറെ പ്രിയപ്പെട്ടതെന്ന് തമിഴ് നടൻ ധനുഷ്. ദുബായിൽ വാച്ച് വീക്കിൽ പങ്കെടുത്ത് താരത്തിനോട് ഇഷ്ട വാച്ചിനെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു മറുപടി. ലക്ഷറി വാച്ച് കളക്ഷനുള്ള നടൻ ധനുഷിൻ്റെ ഇഷ്ട വാച്ച് അമ്മ വാങ്ങിത്തന്ന ഒന്നായിരുന്നുവെന്നാണ് ധനുഷ് പറഞ്ഞത്. തമിഴ് താരങ്ങൾക്ക് പിന്നാലെ മലയാളം സൂപ്പർ സ്റ്റാറുകളുടെ ചായകുടിയും വൈറലായി. AI നിർമ്മിത ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പൃഥ്വിരാജ് എന്നിവരാണ് ചിത്രത്തിലുള്ളത്.